ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 5 കർമ്മസന്യാസയോഗം തുടർന്ന് വായിക്കുന്നു. ലഭന്തെ ബ്രഹ്മനിർവാണം ഋഷയഃ ക്ഷീണകൽമഷാഃ ഛിന്നദ്വൈധായതാത്മാനഃ സർവഭൂതഹിതേ രതാഃ. പാപം ക്ഷയിച്ചിരിക്കുന്നവരും സംശയം തീർന്നിരിക്കുന്നവരും ചിത്തത്തെ സ്വാധീനപ്പെടുത്തിയിട്ടുള്ളവരും സകല പ്രാണികൾക്കും നന്മയെ ചെയ്യുവാൻ താൽപ്പര്യമുള്ളവരുമായ ഋഷികൾ ബ്രഹ്മത്തിൽ ലയത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുന്നു. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്ന ഈ അവസ്ഥയെപ്പറ്റി വിവരിക്കുക അസാധ്യമാണ്. എന്നാൽ ആത്മാവിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നവർ ഇക്കാര്യം അംഗീകരിക്കാതിരിക്കുകയില്ല. ഈ അവസ്ഥയിലെത്തിയ യോഗികൾ എൻ്റെ അഭിപ്രായത്തിൽ ബ്രഹ്മത്തിൽ അടങ്ങിയിരിക്കുന്ന പരമാനന്ദത്തിൻ്റെ മനുഷ്യഭാവങ്ങളാണ്. അവരെ ആനന്ദത്തിൻ്റെ അവതാര പുരുഷന്മാരെന്നോ ആഹ്ലാദത്തിൻ്റെ അങ്കുരങ്ങളെന്നോ പരമാത്മജ്ഞാനത്തിൽ നിന്ന് ഉളവാകുന്ന പരാഭക്തിയുടെ കേളീരംഗമെന്നോ വിളിക്കാം. അവർ ഉന്നതമായ വിവേചനാശക്തിയുടെ ആവാസഗേഹങ്ങളാണ്. പരബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷ ലക്ഷണങ്ങളെല്ലാം അവരിൽ കുടികൊള്ളുന്നു. അവർ ബ്രഹ്മജ്ഞാനത്തിൻ്റെ അലംകൃതമായ അവയവങ്ങളാണ്. അവർ പരിശുദ്ധരിൽ പരിശുദ്ധരാണ്. പ്രപഞ്ചത്തിൻ്റെ പരമമായ ജീവശക്തി അവരിൽ രൂപം കൊള്ളുന്നു. ജ്ഞാനേശ്വരൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു പറഞ്ഞു, നീ പ്രധാന വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു. ഒരേ ആശയത്തെ തന്നെ അനേക തരത്തിൽ ചിത്രീകരിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ അതിമനോഹരമായി ഈ വക കാര്യങ്ങളെപ്പറ്റി നീ സംസാരിക്കുന്നു. എങ്കിലും നീ പുണ്യാത്മാക്കളെ പ്രശംസിക്കുമ്പോൾ അവരോടുള്ള ഗാഠാനുരാഗം കൊണ്ട് എല്ലാം വിസ്മരിക്കുന്നു. അഴകും അലങ്കാരവുമുള്ള പദമഞ്ജരി ഉപയോഗിച്ച് നിർഗുണ ബ്രഹ്മത്തെപ്പറ്റി പ്രതിപാദിക്കുന്നു. എന്നാൽ വിവരണ വിഷയത്തിൻ്റെ ചരട് പൊട്ടിപ്പോകുന്നത് നീ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് ഈ അലങ്കാര ഭാഷണം അവസാനിപ്പിച്ച് ഗീതയുടെ ശ്രേയസ്കരമായ സന്ദേശം സജ്ജനങ്ങളുടെ മനസ്സിനെ ദീപ്തമാക്കത്തക്കവണ്ണം വിവരിച്ച് കേൾപ്പിക്കുക. നിവൃത്തിനാഥിൻ്റെ ഉപദേശം കേട്ട് ജ്ഞാനദേവൻ ഹൃഷ്ടനായി. അദ്ദേഹം പറഞ്ഞു, ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കുക. അല്ലയോ അർജുന, ശാശ്വതാനന്ദത്തിൻ്റെ കയങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങുന്ന സത്യാന്വേഷികൾ അവിടെ തന്നെ തങ്ങി അതുമായി സാത്മ്യം പ്രാപിക്കുന്നു. വ്യക്തമായ ജ്ഞാനപ്രകാശത്തിൽ പ്രപഞ്ചം മുഴുവനും അവരുടെ ഉള്ളിൽ തന്നെ ദർശിക്കുന്നതിനാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവർ പരമാത്മാവുമായി ഏകത്വം പ്രാപിക്കുന്നു. ഈ ആനന്ദം ശാശ്വതവും ശ്രേഷ്ഠവും സീമാതീതവുമാണ്. മോഹത്തിൽ നിന്ന് മോചിതരായവർക്ക് മാത്രമേ ഇത് ലഭിക്കുന്നതിന് അർഹതയുള്ളൂ. ഈ ആനന്ദം മഹാമുനികൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്നതാണ്. വൈരാഗികളായ മനുഷ്യർ ഇതിൻ്റെ പങ്കുപറ്റുന്നു. ആത്മാവിൻ്റെ അസ്തിത്വത്തെപ്പറ്റി സംശയമില്ലാത്തവർക്ക് മാത്രമേ ഇത് സഫലീകരിക്കാൻ സാധിക്കൂ. കാമക്രോധവിയുക്താനാം യതീനാം യതചേതസാം അഭിതോ ബ്രഹ്മനിർവാണം വർത്തതേ വിദിതാത്മനാം. കാമക്രോധങ്ങളെ സമ്പൂർണമായി വെടിഞ്ഞവരും ചിത്തത്തെ തികച്ചും ഏകാഗ്രപ്പെടുത്തിയവരും ആത്മതത്വം അറിഞ്ഞ് അനുഭവിക്കുന്നവരുമായ ബ്രഹ്മനിഷ്ഠന്മാരുടെ ചുറ്റിലും ബ്രഹ്മാനന്ദം നിറഞ്ഞു വിലസുന്നു. ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്ന് മനസ്സിനെ പൂർണ്ണമായി പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കി ഏകാഗ്രപ്പെടുത്തിയവർ എല്ലായ്പ്പോഴും ആനന്ദത്തിൻ്റെ മടിത്തട്ടിൽ നിദ്ര കൊള്ളുന്നു. അവർ ആ അവസ്ഥയിൽ നിന്ന് ഒരിക്കലും ഉണർന്നെഴുന്നേൽക്കുകയില്ല. ആത്മസാക്ഷാത്കാരം എന്ന ലക്ഷ്യത്തോടു കൂടിയ അവർ പരബ്രഹ്മമായി തീർന്നു എന്നറിയുക. അവർ ശരീരത്തിലിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് പരബ്രഹ്മാവസ്ഥയിൽ എത്തിച്ചേർന്നതെന്ന് ചോദിച്ചാൽ ചുരുക്കമായി ഞാൻ പറയാം. സ്പർശാൻ കൃത്വാ ബഹിർബാഹ്യാൻ ചക്ഷുശ്ചൈവാന്തരേ ഭ്രുവോഃ പ്രാണാപാനൗ സമൗ കൃത്വാ നാസാഭ്യന്തരചാരിണൗ യതേന്ദ്രിയമനോ ബുദ്ധിഃ മുനിർമോക്ഷപരായണഃ വിഗതേച്ഛാഭയക്രോധ
क्रोधः यः सदा मुक्त एव सः. ബാഹ്യവിഷയങ്ങളെ ഉള്ളിൽ കടക്കാൻ അനുവദിക്കാതെ വെളിയിൽ നിർത്തിയിട്ട് ദൃഷ്ടിയെ ഭ്രൂമധ്യത്തിൽ ഉറപ്പിച്ച് നാസികകളിലൂടെ സഞ്ചരിക്കുന്ന പ്രാണാപാനങ്ങളുടെ അതായത് ശ്വാസോച്ഛ്വാസങ്ങളുടെ ഗതിയെ ക്രമീകരിച്ച് ഇന്ദ്രിയ മനോബുദ്ധികളെ അടക്കി ഇച്ഛ, ഭയം, ക്രോധം ഇവയെ വെടിഞ്ഞ് മോക്ഷത്തെ മാത്രം ലക്ഷ്യമാക്കിയിരിക്കുന്ന മുനി ആരോ അവൻ സദാ മുക്തൻ തന്നെയാകുന്നു. അതായത് മോക്ഷപ്രാപ്തിക്ക് അദ്ദേഹത്തിന് ഇനി ഒന്നും ചെയ്യുവാനില്ല എന്നർത്ഥം. ശാരീരികമായ എല്ലാ സുഖാനുഭവങ്ങളോടും അങ്ങേയറ്റം വിരക്തി കൈവന്ന അവർ എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളെയും അകറ്റിയിട്ട് മനസ്സിനെ അന്തർമുഖവും ഏകാഗ്രവുമാക്കുന്നു. ഈ അവസ്ഥയിൽ അവർ അവരുടെ ദൃഷ്ടിയെ പുരികങ്ങളുടെ മധ്യത്തിലുള്ള ഇട, പിങ്കള, സുഷുമ്ന എന്നീ 3 നാഡികൾ ബന്ധിക്കുന്ന ആജ്ഞാചക്രത്തിലേക്ക് തിരിച്ച് ഉറപ്പിക്കുന്നു. അതിനുശേഷം പ്രാണവായുക്കളായ പ്രാണനെയും അപാനനെയും നാസാരന്ധ്രത്തിൽ സമമായി അടക്കിക്കൊണ്ട് അവയെ മനസ്സോട് ചേർത്ത് ബ്രഹ്മരന്ധ്രത്തിലേക്ക് ഉയർത്തുന്നു. വിവിധ തലങ്ങളിൽ നിന്ന് ജലവും ശേഖരിച്ചുകൊണ്ട് സമുദ്രത്തിലേക്ക് ഒഴുകുന്ന ഗംഗ സമുദ്രത്തോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അതിലെ ജലം വകതിരിക്കാൻ കഴിയാത്തതുപോലെ ഇവയെല്ലാം ഒന്ന് ചേർന്നാൽ പിന്നെ അവയെ വകതിരിക്കാൻ സാധ്യമല്ല. അതോടെ കാമത്തിൽ നിന്നുടലെടുക്കുന്ന താല്പര്യങ്ങളും ഇതര വിചാരങ്ങളുമെല്ലാം സ്വാഭാവികമായി അപ്രത്യക്ഷമാകുന്നു. പ്രാപഞ്ചിക ജീവിതം പ്രതിഫലിച്ച് കാണിക്കുന്ന മനസ്സാകുന്ന തിരശീല ഛിന്നഭിന്നമായി ചിന്തിയെറിയപ്പെടുന്നു. ജലാശയത്തിൽ ജലമില്ലെങ്കിൽ പ്രതിച്ഛായ ദർശിക്കാൻ കഴിയാത്തതുപോലെ നിർവികൽപമായ മനസ്സിൽ അഹന്തയ്ക്കോ തനതായ അസ്തിത്വത്തിനോ എവിടെയാണ് സ്ഥാനം? ഇപ്രകാരം അവൻ ബ്രഹ്മത്വം അനുഭവിക്കുമ്പോൾ അതുമായി ഐക്യം പ്രാപിച്ച് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സച്ചിദാനന്ദ ബ്രഹ്മമായി തീരുന്നു. ഭോക്താരം യജ്ഞതപസാം സർവലോകമഹേശ്വരം സുഹൃദം സർവഭൂതാനാം ജ്ഞാത്വാ മാം ശാന്തിമൃച്ഛതി. യജ്ഞങ്ങളുടെയും തപസ്സുകളുടെയും ഫലങ്ങളെ നൽകുന്നവനായും സകല ലോകങ്ങൾക്കും മഹേശ്വരനായും സർവജീവികളിലും കാരുണ്യം ചൊരിയുന്ന സുഹൃത്തായും എന്നെ യോഗനിഷ്ഠ കൊണ്ട് കണ്ടറിയുന്ന യോഗിക്ക് ശാശ്വതമായ ശാന്തി ലഭിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ചിലർ ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. അവർ ഇത് കൈവരിക്കുന്നത് യോഗത്തിൻ്റെ മാർഗം പിന്തുടർന്നാണ്. മനോനിയന്ത്രണമാകുന്ന മലയുടെ കൊടുമുടി കയറിയും യോഗാനുഷ്ഠാനത്തിൻ്റെ പാരാവാരം നീന്തിയും പ്രപഞ്ചത്തിലെ അസ്തിത്വത്തിൻ്റെ അതിർവരമ്പുകൾ അതിക്രമിച്ച് കടക്കുമ്പോഴും അവർക്ക് ബ്രഹ്മാനന്ദം അനുഭവപ്പെടുന്നു. എല്ലാ പ്രതിബന്ധങ്ങളിൽ നിന്നും മോചിതരായ അവർ ലൗകിക ജീവിതം നയിക്കുന്നു എങ്കിലും ആത്മസാക്ഷാത്കാരം ലഭിച്ചവരെന്ന നിലയിൽ അവർക്ക് എപ്പോഴും ശാന്തി ലഭിക്കുന്നു. യോഗാനുഷ്ഠാനത്തിൻ്റെ പൊരുൾ ഭഗവാൻ അർജുനന് വിശദീകരിച്ചു കൊടുത്തപ്പോൾ തീക്ഷ്ണ മനസ്കനായ അർജുനൻ പകച്ചു നിന്നുപോയി. അർജുനൻ്റെ മനസ്സിലുണ്ടായ വികാരങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കിയ കൃഷ്ണൻ പുഞ്ചിരിയോടെ ചോദിച്ചു, പാർത്ഥ, എൻ്റെ സംഭാഷണം നിന്നെ തൃപ്തിപ്പെടുത്തിയോ? അർജുനൻ പ്രതിവചിച്ചു, ഭഗവൻ, അന്യരുടെ മനോവ്യാപാരം മനസ്സിലാക്കുന്നതിൽ പ്രവീണനായ അങ്ങ് എൻ്റെ ചിത്തവൃത്തി ശരിക്കും മനസ്സിലാക്കിയിരിക്കുന്നു. ഞാൻ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അങ്ങ് നേരത്തെ തന്നെ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ഋജുവായും ലളിതമായും എനിക്ക് പറഞ്ഞു തന്നാലും. നീന്തി കടക്കേണ്ടുന്ന ഒരു നദിയേക്കാൾ നിഷ്പ്രയാസം കടക്കാൻ കഴിയുന്നത് ഇറങ്ങി കയറാവുന്ന ഒരു പുഴയാണ്. അതുപോലെ അങ്ങ് ഉപദേശിച്ചു തന്ന കർമ്മയോഗം പ്രാപിക്കാൻ കൂടുതൽ സമയം വേണ്ടിവരുമെങ്കിൽ തന്നെയും എന്നെപ്പോലുള്ള ബലഹീനന്മാർക്ക് സാഖ്യയോഗത്തേക്കാൾ അനായാസമായും അപ്രമേയമായും സ്വീകരിക്കാവുന്നത് അതാണ്. ആകയാൽ എനിക്ക് ശരിക്കും ഗ്രഹിക്കാനായി അത് ഒരിക്കൽ കൂടി എടുത്തു പറഞ്ഞാലും അത് ആവർത്തനമാണെങ്കിൽ പോലും സമ്പൂർണമായി വിവരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഭഗവാൻ പറഞ്ഞു, ആഹാ, അങ്ങനെയോ? ഈ മാർഗമാണ് ഭേദമെന്ന് നീ കരുതുന്നു എങ്കിൽ നിനക്ക് വേണ്ടി അത് ആവർത്തിക്കുന്നതിന് എനിക്ക് സന്തോഷമേയുള്ളൂ. നിനക്ക് ഉത്സുകതയുള്ള സ്ഥിതിക്ക്
അത് വീണ്ടും ഉപദേശിക്കുന്നതിന് ഞാൻ മടിക്കുന്നതെന്തിന്? നീ നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുകയും അത് അനുഷ്ഠിക്കുകയും ചെയ്യുക. തൻ്റെ വാത്സല്യഭാജനമായ പുത്രനോട് സംസാരിക്കുന്ന ഒരമ്മയുടെ അൻപ് നിറഞ്ഞ ഹൃദയമാണ് ഭഗവാന് ഉണ്ടായിരുന്നത്. ഹൃഷികേശൻ്റെ ഹൃത്തടത്തിൽ അലയടിച്ചുയർന്ന പ്രേമസാഗരത്തിൻ്റെ ആഴം അളക്കാൻ ആർക്കാണ് കഴിയുക? അദ്ദേഹത്തിൻ്റെ താലോലമായ കടാക്ഷം അനുഗ്രഹീതവും കരുണാമയവും മൃദുലവുമായ ചേതോവികാരത്തിൻ്റെ അമൃതബിന്ദുക്കൾ പൊഴിക്കുന്നതായിരുന്നു. ഭഗവാന് അർജുനനോടുള്ള പ്രേമവായ്പ് എത്രത്തോളം വിശദീകരിച്ചാലും വ്യക്തമാക്കാൻ കഴിയുന്നതല്ല. അത് അത്രത്തോളം അഗാധമായിരുന്നു. അർജുനനോടുള്ള അനുരാഗാവേശം കൊണ്ട് മതിമറന്ന ഭഗവാൻ പറഞ്ഞു, അർജുന, ഞാൻ കർമ്മയോഗത്തിൻ്റെ വഴികളെപ്പറ്റിയും അതിൻ്റെ ഉപയോഗത്തെപ്പറ്റിയും അത് അനുഷ്ഠിക്കുന്നതിന് അർഹരായവരെപ്പറ്റിയും വിശദമായി നിനക്ക് ഉപദേശിച്ചു തരാം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ വിവരിക്കുകയും ചെയ്യാം. നീ ശ്രദ്ധിച്ച് കേൾക്കുക. അടുത്ത അധ്യായത്തിലെ വിഷയം കൃഷ്ണൻ്റെ ഈ പ്രസ്താവനയെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. പ്രായോഗിക ജീവിതത്തിൽ ഒരുവനുള്ള സ്ഥാനം ഉപേക്ഷിക്കാതെ തന്നെ ഈ യോഗം പ്രാപിക്കുന്നത് എങ്ങനെ എന്ന് കൃഷ്ണൻ അർജുനനെ ഉപദേശിച്ചത് ശ്രോതാക്കളായ നിങ്ങളോട് ഞാൻ വ്യക്തമാക്കാം. നിവൃത്തിനാഥിൻ്റെ ശിഷ്യനായ ജ്ഞാനേശ്വരൻ തൻ്റെ ശ്രോതാക്കളോട് പറഞ്ഞു. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ കർമ്മസന്ന്യാസയോഗോ നാമ പഞ്ചമോധ്യായഃ. കർമ്മസന്യാസ യോഗമെന്ന 5-ാം അധ്യായം കഴിഞ്ഞു.